ഘട്ടം മുതൽ തന്നെ മേയർ അടക്കമുള്ളവർ പറയുന്നു നിയമപരമായ നടപടികൾ, അത് മുനിസിപ്പൽ ആക്ടിലെ കൃത്യമായ ചട്ടങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ഉത്തരവുണ്ട്, അല്ലെങ്കിൽ ഇത്തരമൊരു സർക്കുലർ ഉണ്ട്, സുഗതന് നൽകിയിരിക്കുന്ന ഒരു കത്തുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും UDF അംഗങ്ങൾ പോലും സ്വന്തം സർക്കാർ ഭരിക്കുന്ന, അതായത് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇറക്കിയിരിക്കുന്ന, ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് അതുപോലും നിയമപരമല്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ ശാലിനി. തീർച്ചയായും പ്രജിത്ത്, അത് തന്നെയാണ്. കാരണം സ്വന്തം ആഭ്യന്തര വകുപ്പിനെ തങ്ങൾക്ക് പോലും വിശ്വാസമില്ല എന്ന് തെളിയിക്കുന്നതാണ് KS ശബരിനാഥിന്റെ നഗരസഭയിലെ ചില പരാമർശങ്ങൾ, ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്നുള്ളത്. കാരണം സുഗതൻ, വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതികൾ കയറിയതാണ്. ഇതിന് പിന്നാലെയാണത് ലഭ്യമാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം, അത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരോൾ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആഭ്യന്തര വകുപ്പിന് മുൻപാകെ നൽകിയിട്ടുള്ള അപേക്ഷ. ആ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് ഒരു ഉത്തരവിറക്കുന്നത്. അതായത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരോൾ നൽകാൻ സാധിക്കില്ല, പക്ഷേ 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനായി അവധി അപേക്ഷിക്കാം. ആ അവധി അപേക്ഷ ശബ്ദ വോട്ടോടെയോ അല്ലാതെയോ നിങ്ങൾക്കത് ഭൂരിപക്ഷം തെളിയിക്കാനായാൽ അവധി നൽകാം. അതിന് എല്ലാ രീതിയിലുള്ള നിയമസാധ്യതകളും ആഭ്യന്തര വകുപ്പ് നൽകുകയാണ്. അത് കണ്ണൂർ ജയിലിലെ സൂപ്രണ്ട് അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെയും അവരുടെ അറിവോടെയും കൂടിയാണ് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവാണ് കോൺഗ്രസ് അംഗീകരിക്കാതിരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മേയർ അത് നഗരസഭാ കൗൺസിലിൽ വായിച്ചതിന് ശേഷമാണ് ശബ്ദ വോട്ടോടുകൂടി വോട്ടെടുപ്പ് നടക്കുന്നത്. അവധി അപേക്ഷയിൽ 51 പേരാണ് മേയറുടെ കാസ്റ്റിംഗ് വോട്ട്. ഒപ്പം തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ്, സ്വതന്ത്രനാണ് സുധീഷ്. അദ്ദേഹം കൂടി വോട്ട് ചെയ്തതോടുകൂടിയാണ് ശബ്ദ വോട്ടോടുകൂടി 51 പേര് ഈ അവധി അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തത്. അതോടുകൂടിയാണ് ഇനി 6 മാസത്തേക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ പോലും അവധി അംഗീകരിച്ചുകൊണ്ട് മേയർക്കും ഒപ്പം തന്നെ ഭരണസമിതിക്കും സുഗതനും ഒരു രീതിയിലുള്ള അയോഗ്യതയോ ഒന്നും സംഭവിക്കില്ല, ഭരണസ്തംഭനം ഉണ്ടാകില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനം നഗരസഭയ്ക്കുള്ളിൽ ഉണ്ടായത്. അതേസമയം തന്നെ ഈ ഒരു അംഗീകാരത്തെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിനെ അംഗീകരിക്കാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കൗൺസിൽ ഹാളിൽ ബഹളം വെക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ നഗരസഭാ സെക്രട്ടറിയെ CPM-ന്റെയും CPI-യുടെയും കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. അതായത് ചട്ടപ്രകാരമല്ല ഇന്നത്തെ കൗൺസിൽ യോഗം നടന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു ഉപരോധം അല്പസമയം മുമ്പ് വരെ നടന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം BJP NDA തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ സുഗതന് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഒടുവിലത് അവധി അപേക്ഷയിൽ എത്തിയെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ശക്തി തെളിയിക്കുന്ന ഒരു വേദിയായി, അതിനുള്ളൊരു അവസരമായി BJPക്ക് ഈ ഒരു സാഹചര്യം മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു സിനിമ സ്റ്റൈലിൽ ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സംഭവിച്ചിട്ടുള്ളത്. 50 പേരുടെ, സുഗതൻ ഉൾപ്പെടെ 51 പേരുള്ള ഒരു ഭരണസമിതി, അല്ലെങ്കിൽ അവരുടെ പിൻബലമുള്ള ഒരു ഭരണസമിതിക്ക് അപ്പുറത്ത് 52ാമത് ഒരാൾ കൂടി, സുഗതൻ ഇല്ലാതെ 51 പേരുടെ ഒരു അംഗീകാരം ഇന്നത്തെ ഈ അവധി അപേക്ഷയിൽ ഉണ്ടായിരിക്കുന്നു. അതിൽ നിർണായക നിലപാട് സ്വീകരിച്ചത് പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് കുമാർ ആണ് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ആ ഉത്തരവ് അംഗീകരിക്കില്ല എന്ന് ഇടത് വലത് മുന്നണികൾ പറയുന്നു. അതേസമയം തന്നെ അവധി അപേക്ഷ അംഗീകരിക്കപ്പെടുന്നു. 51 പേരുടെ വോട്ടിലാണ് ഇപ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഈ ഒരു നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ നിർണായകമായിട്ടുള്ള നടപടി കൗൺസിലിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ വിവിധ അജണ്ടകളടക്കം പാസാക്കി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലിന്റെ അടക്കം ചില നിർണായകമായിട്ടുള്ള അജണ്ടകൾ പാസാക്കിക്കൊണ്ടാണ് ഇന്നത്തെ നഗരസഭ കൗൺസിൽ യോഗം പിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. എന്തായാലും മുനിസിപ്പൽ ആക്ട് പ്രകാരം അതിന്റെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് 91(4) പ്രകാരം എല്ലാ രീതിയിലുമുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് തങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുള്ളത്, അവധി അപേക്ഷ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് മേയർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ, ബഹളങ്ങളൊക്കെ കണ്ട നഗരസഭ ഒരു ഔദ്യോഗിക ട്വിസ്റ്റ് ഈ ഒരു നഗരസഭാ കൗൺസിലിൽ ഉണ്ടായിരിക്കുന്നു. സുഗതൻ 51 പേരുടെ അംഗീകാരത്തോടെ, പിന്തുണയോടെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 6 മാസത്തേക്ക് ഭരണം സ്തംഭിപ്പിക്കാം, അല്ലെങ്കിൽ നഗരസഭ താഴെ ഇറക്കാം, ഭരണസമിതിയെ താഴെ ഇറക്കാം എന്നൊക്കെയുള്ള ഇന്ത്യ മുന്നണിയുടെ മോഹം, ആ മോഹങ്ങൾക്കാണ് ഇവിടെ പുല്ലുവില സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് വായിച്ചുകൊണ്ട് തന്നെയാണ് മേയർ നിർണായകമായിട്ടുള്ള തീരുമാനം കൗൺസിൽ യോഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിൽ KS ശബരിനാഥന്റെ കാര്യമാണ് കഷ്ടം. സ്വന്തം സർക്കാരാണ് ഭരിക്കുന്നത്, ആ സർക്കാർ തന്നെ ഇറക്കിയിട്ടുള്ള ഉത്തരവ് അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്ന ഒരു ഗതികേടിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ചെന്നിത്തല അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.